മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ പ്രഭാതവിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പുലരി ദൈവം നമുക്കായി നൽകി. ഈ പ്രഭാതം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ചുറ്റും ഈ പുലരിയിൽ ഒത്തിരിയേറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതും പോസിറ്റീവായിട്ടുള്ള നന്മ നിറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആ സംഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ഈ പ്രഭാതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും പക്ഷിമൃഗാദികളുടെ സ്വരങ്ങൾ. ഒത്തിരിയേറെ നല്ല വാക്കുകൾ മറ്റുള്ളവരുടെയൊക്കെ പ്രഭാതത്തിൽ ചുറ്റുമുള്ള ദേവാലയങ്ങളിൽ നിന്ന് കേൾക്കുന്ന നല്ല സ്വരങ്ങൾ, ഇതെല്ലാം നമുക്കൊന്ന് ഓർക്കാം. ഈ പ്രഭാതത്തിലാണ് ദൈവം നമുക്കായിട്ടൊരു അവസരം നൽകിയത്. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, ദൈവത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രഭാതം. ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അതിലേറെ സന്തോഷത്തോടു കൂടി ആയിരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഒപ്പം ആയിരിക്കുവാനായിട്ട് ഈ കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാം. ഈ ശുശ്രൂഷ പരിസമ്മയുടെ വലിയൊരു ആഗ്രഹത്തിൻ്റെ മേഖലയിലാണ് നമ്മളിവിടെ തുടങ്ങുക. പരിസമ്മയോടൊപ്പമാണ് നമ്മൾ ആരംഭിക്കുക. പരിസമ്മയാണ് ഇതിൻ്റെ മധ്യസ്ഥയായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ കൂട്ടായ്മകൾക്കും, എല്ലാ പ്രാർത്ഥന കൂട്ടായ്മകൾക്കൊക്കെ പരിസമ്മയുടെ വലിയ സംരക്ഷണവും വലിയ മാധ്യസ്ഥതയും ഉണ്ട് എന്ന് നമുക്കറിയാം. ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പരിസമ്മയെ മനസ്സുകൊണ്ട് നമുക്കൊന്ന് പരിസമ്മയോട് മാധ്യസ്ഥ അപേക്ഷിക്കാം, വണങ്ങാം. പരിസമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നമുക്ക് ഈ പ്രഭാതത്തിൽ ക്യാൻസർ രോഗികളായിട്ടുള്ള എല്ലാ വ്യക്തികളെയും നമുക്കൊന്ന് ഓർക്കാം. ക്യാൻസർ മൂലം ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്ന രോഗാവസ്ഥയിൽ, പ്രത്യേകിച്ച് ICUകളിലൊക്കെ ആയിരിക്കുന്ന, മരണാസന്നമായിരിക്കുന്ന, ക്യാൻസർ മൂലം മരണാസന്നയായിരിക്കുന്ന രോഗികളെല്ലാം നമുക്ക് ഓർക്കാം. പലപ്പോഴും നമുക്ക് ചുറ്റും നമ്മുടെ ബന്ധുമിത്രാദികളിലും ഇത്തരത്തിലുള്ള രോഗാവസ്ഥയിലായിരിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട് ക്യാൻസർ മൂലം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം, 2030 മുമ്പായിട്ട് തന്നെ ലോകത്തിൽ ക്യാൻസർ ഉണ്ടാവില്ല, കാഴ്ചയുടെ പരിമിതികളുണ്ടാവില്ല, കാഴ്ച പൂർണ്ണമായിട്ടും എല്ലാവർക്കും വീണ്ടും കിട്ടും, ക്യാൻസർ എന്ന രോഗം ഉണ്ടാവില്ല എന്നൊക്കെ നമുക്കതൊക്കെ സ്വപ്നം കാണാം. അതുപോലെ തന്നെ ക്യാൻസർ ആയിരിക്കുന്ന വ്യക്തികളെ ദൈവം ഒന്ന് തൊട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ബ്ലഡ് ക്യാൻസർ ആയിട്ടുള്ളവർ, ബോൺ ക്യാൻസർ ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഉദരസംബന്ധമായിട്ടുള്ള ക്യാൻസർ, ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ക്യാൻസർ വ്യാപിച്ച് അത് അവസാനം മരണാസന്നമായിട്ട് കിടക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് ഓർത്തുകൊണ്ട് അവരെയൊക്കെ സമർപ്പിച്ച് നമുക്ക് ഈ പ്രഭാതവിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക്
വചനവിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു മുമ്പായി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് നമ്മളൊക്കെ ശക്തരായി തീരുന്നതും വചനം നമ്മളിൽ അന്വർത്ഥമാകുവാനായിട്ടുള്ള, വേരൂന്നാനായിട്ടുള്ള സാവകാശം നമുക്ക് ലഭിക്കുന്നതും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിലാണ് നമ്മൾ നയിക്കപ്പെടേണ്ടത്. പരിശുദ്ധാത്മാവിലാണ് വചനം പ്രഘോഷിക്കപ്പെടേണ്ടതും വചനം കേൾക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. എങ്കിൽ മാത്രമേ വചനം പ്രഘോഷിക്കുന്നവർക്ക് മാത്രമല്ല, വചനം കേൾക്കുന്നവർക്കും നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ ഓരോ ജീവിതവും നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഓരോ അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടാണ്. തൻ്റെ ശിഷ്യന്മാരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ് അവർ വചനം പ്രഘോഷിക്കാനായിട്ട് പോകുന്നത്. അവിടെ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് അവർക്ക് ഒരു വലിയ അനുഭവം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവ് നിറയുവാനായിട്ട്, ഈ ശുശ്രൂഷ സമയം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാനായിട്ട്, അതുപോലെ തന്നെ അത് നയിക്കപ്പെടുവാനായിട്ട്, ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ, ഞങ്ങളെ ശക്തരാക്കണമേ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് നമ്മൾ എടുക്കുന്ന വചനഭാഗം എന്നുള്ളത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 36-ാമത്തെ തിരുവചനമാണ്. അവിടെ യേശു ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അത് തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കണമെങ്കിൽ സഹനശക്തി ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ ഉൾക്കൊള്ളണമെങ്കിൽ, ഹിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ, അത് അനുസരിക്കണമെങ്കിൽ സഹനശക്തി ആവശ്യമാണ്. ഈ സഹനശക്തിയിലൂടെയാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് വ്യക്തമായ ഒരു എക്സാമ്പിള് യേശു തന്നെ നമുക്ക് നൽകുന്നുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 36-ാമത്തെ തിരുവചനം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആയതിനാൽ യേശു അവിടെ അവസാനമായിട്ടും ആദ്യമായിട്ടും തൻ്റെ പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഇതെല്ലാം എത്രയും പെട്ടെന്ന് ഒരു സംക്ഷിപ്തമായിട്ട് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 36-ാമത്തെ വചനത്തിൽ ചേർത്ത് വയ്ക്കുകയാണ്. എല്ലാം ദൈവത്തിന് സാധ്യമാണ്. എങ്കിലും ആ സാധ്യമായ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് യേശുവിന് അറിയാമായിരുന്നു പിതാവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന വ്യക്തിയാണെന്നുള്ളത് എല്ലാം അറിയാമായിരുന്നു. അവിടെ യേശു തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, തനിക്കുണ്ടാകാവുന്ന സഹനങ്ങളെ ഒന്ന് മാറ്റി തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അത് നിറവേറാനായിട്ട് സാധിക്കണമെങ്കിൽ സഹനശക്തി ആവശ്യമാണ്. തൻ്റെ പിതാവിന് അറിയാമായിരുന്നു തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് ഈ സഹനശക്തി ഉണ്ട് എന്നുള്ളത് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാനപാത്രം എടുത്ത് നീക്കേണ്ട ആവശ്യമില്ല, തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ യേശു അത് മനസ്സിലാക്കിക്കൊണ്ട് പറയാണ്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്. അച്ഛാ, കർത്താവ് 6 മണിക്കൂർ കുരിശ് വഹിച്ചു. തന്നോട് കൂടെയായിരുന്ന കുരിശ് കൊണ്ടു നടക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. പക്ഷേ 3 മണിക്കൂർ കുരിശ് യേശുവിനെ വഹിച്ചു. ആ കുരിശ് അന്ന് വരെ ശപിക്കപ്പെട്ടതായി മാറിയിട്ടുണ്ടെങ്കിൽ, അത്രമാത്രം നെഗറ്റീവായിട്ടുണ്ട് എങ്കിൽ, കുരിശ് യേശുവിനെ വഹിച്ചപ്പോൾ 3 മണിക്കൂറേ വഹിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. ആ നാട്ടപ്പെട്ട കുരിശ്, അതിൻ്റെ മേലെ യേശുവിനെ ആ കുരിശ് വഹിക്കുകയായിരുന്നു. ആ കൂടെ കിടന്നപ്പോൾ, ആ കുരിശിൻ്റെ മേലെ കിടന്നപ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ കുരിശായി മാറി എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ചേട്ടൻ എന്നോട് ചോദിച്ചു, എന്നിട്ട് എന്തേ എൻ്റെ കുടുംബത്തിൽ ഞാൻ എത്രയോ മണിക്കൂറോളം എൻ്റെ മക്കളുടെ കൂടെ, ഭാര്യയുടെ കൂടെ, വീട്ടുകാരുടെ കൂടെ കിടന്നിട്ടും ഈ കുരിശുകളൊന്നും മാറിപ്പോവാത്ത, അനുഗ്രഹമായിട്ട് മാറാത്തത്, മാറല്ല വേണ്ടത്, അനുഗ്രഹമായിട്ട് മാറാത്തത് എന്തുകൊണ്ട്? നമ്മളൊന്നും ഓർക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 കാര്യങ്ങളാണ്.
ഒന്ന് മാനസാന്തരം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ മാനസാന്തരം ഉണ്ടോ, വിശുദ്ധി ഉണ്ടോ? വിശുദ്ധിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണല്ലോ മാനസാന്തരം എന്ന് പറയുന്നത്. ഈ വിശുദ്ധി ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പടി എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനുള്ള മനസ്സുണ്ട് എന്നുള്ളതാണ്. ദൈവം പറയുന്നതെല്ലാം അക്ഷരം പ്രതി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കുരിശുകളെല്ലാം, സഹനങ്ങളെല്ലാം നമുക്ക് ആ സഹനങ്ങളെ ശക്തിയായിട്ട് മാറ്റിക്കൊണ്ട് ഇതെല്ലാം നിറവേറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ദാനിയേലിനെ രാജാവ് ഒരു സിംഹക്കുഴിയിലേക്ക് എറിയുന്നു. 7 സിംഹങ്ങളുള്ള ആ കുഴിയിൽ ദാനിയേൽ കിടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. രാജാവിൻ്റെ ഇഷ്ടം എന്തായിരുന്നു? രാജാവിനെയോ അല്ലെങ്കിൽ രാജാവ് പറയുന്ന ബിംബങ്ങളെയോ പൂജിക്കേണ്ടത് എന്നുള്ളതാണ് രാജാവ് ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അവൻ അതിന് തയ്യാറായില്ല. ജീവിക്കുന്ന ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വാശി പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അവനെ ഈ സിംഹക്കുഴിയിലേക്ക് എറിയുന്നത്. അവിടെ ദിവസങ്ങളോളം അവൻ അവിടെ കിടക്കുകയാണ്. ദൈവത്തിന് അറിയാമായിരുന്നു ഇവന് ഭക്ഷണം ആവശ്യമാണെന്ന്. സിംഹത്തിന് ഭക്ഷണം ആവശ്യമുണ്ട്. ആ ഭക്ഷണത്തിനായിട്ടാണ് ദാനിയേൽ കിടക്കുന്നതെങ്കിൽ ദാനിയേലിന് ആവശ്യമാണ്, ഭക്ഷണം ആവശ്യമാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഹബക്കൂക്ക് പ്രവാചകനെ അവൻ്റെ അടുക്കിലേക്ക് അയക്കുക. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹബക്കൂക്കിൻ്റെ മുടി പിടിച്ച് അത് വായുവേഗത്തിൽ അവൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്നു, ഭക്ഷണമായി എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഹബക്കൂക്ക് പ്രവാചകൻ ദാനിയേലിനെ വിളിക്കുന്നുണ്ട്, ദാനിയേലേ, ദൈവം അയച്ചതാണ് എന്നെ നിനക്ക് വേണ്ടി ശാരീരികവും ആത്മീയവുമായ ഭക്ഷണം നൽകാനായിട്ട്. അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ദാനിയേൽ പറയുന്നുണ്ട്, ദൈവം എന്നെ ഓർത്തു. അവിടുത്തെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല എന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവർ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് തയ്യാറാകുമ്പോൾ അവിടുന്ന് ദൈവം എല്ലാം അവന് വേണ്ടി ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ദൈവം അത്രമാത്രം കരുതലുള്ള, കാതലുള്ള ദൈവമാണ്. ആ ദൈവം എല്ലാം അവന് വേണ്ടിയിട്ട് ഒരുക്കുന്നു. ഒരു ഹബക്കൂക്ക് പ്രവാചകനെ തന്നെ അവൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു, ഭക്ഷണമായിട്ട് എത്തിച്ചു കൊടുക്കുന്നു. എത്രമാത്രം കരുതലാണ് ദൈവത്തിനുള്ളത്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുമ്പോൾ അവരിൽ ഉണ്ടായിരുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധി ഉണ്ടായിരുന്നു, അതുപോലെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനുള്ള മനസ്സുണ്ടായിരുന്നു എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും. വലിയൊരു ദൗത്യമാണ്, ഒരു സാക്ഷ്യമാണ് അവൻ ചെയ്തത്. സമൂഹത്തിൻ്റെ മുമ്പിൽ, ആ രാജാവിൻ്റെ മുമ്പിൽ, ആ ദേശത്തിൻ്റെ മുമ്പിൽ ആ ദൈവത്തെ വണങ്ങുവാനായിട്ട്, ജീവിക്കുന്ന ദൈവത്തെ വണങ്ങുവാനായിട്ട് അവന് സാക്ഷ്യം നൽകുകയായിരുന്നു. 7 വിശപ്പടയ്ക്കാനായിട്ട് പറ്റാതിരിക്കുന്ന ആ 7 സിംഹത്തിൻ്റെ മുമ്പിലാണ് ദാനിയേൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും ദാനിയേൽ ഓർക്കുകയാണ്, ദൈവമേ നീ എന്നെ ഓർത്തു. ദൈവം ഓർക്കണമെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കണം. ദൈവം ഓർക്കണമെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം, ദൈവം നമ്മളുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പലപ്പോഴും നമ്മൾ കണ്ടു മറഞ്ഞ ഒത്തിരിയേറെ വ്യക്തികളുണ്ട്, പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. ഈ ഇടയ്ക്ക് എൻ്റെ 10ാം ക്ലാസ് സുഹൃത്തുക്കൾ വന്നിട്ട് എന്നെ പരിചയപ്പെടാനായിട്ട് ആഗ്രഹിച്ചു. എവിടെ നിന്നൊക്കെയോ അറിഞ്ഞ് നമ്പറൊക്കെ വാങ്ങി എൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ പേര് പറഞ്ഞു. പേര് പറയുമ്പോഴൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഓർമ്മ വരുന്നില്ല. ആ വ്യക്തിയുടെ മുഖം പോലും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അപ്പോൾ അവനോട് ഞാൻ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, നീ വേറെ ആരെങ്കിലും അറിയോ, അത് എൻ്റെ ക്ലാസ്സിൽ തന്നെ ആയിരുന്നോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഓർക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഓർക്കാനായിട്ട് സാധിക്കുന്നില്ല. മൺമറഞ്ഞു പോയി, അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്നൊക്കെ വിട്ടുപോയി. അതുപോലെയുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നുണ്ട് എങ്കിൽ, ദൈവത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, നല്ല വിശുദ്ധിയോടെയാണ് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നുണ്ട്. ദൈവം ഇത്രമാത്രം ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങളുണ്ടെങ്കിൽ ഓരോ വ്യക്തികളെയും അവിടുന്ന് അറിയുന്നു, അവിടുന്ന് ഓർക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല എന്നാണ് പറയുന്നത്. ആ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അവിടത്തോടുള്ള സ്നേഹം എന്താണെന്ന് വെച്ചാൽ, സ്നേഹം മറ്റൊന്നുമല്ല അവിടുന്ന് ആഗ്രഹിക്കുന്നത്. സ്നേഹിക്കുക, ഐ ലവ് യു എന്ന് പറയുന്നതിലല്ല സ്നേഹം നിലനിൽക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ ആ യേശുവിൻ്റെ, ദൈവത്തിൻ്റെ മൂല്യങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തികളായി തീരുന്നത്. അല്ലാതെ വാക്കുകൊണ്ട് കുറച്ച് ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ നടന്നതുകൊണ്ട് മാത്രമായില്ല നമ്മുടെ സ്നേഹം പ്രകടമാകുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന സ്നേഹത്തെയാണ് നമ്മൾ നോക്കേണ്ടത്.
എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശു ആഗ്രഹിക്കുന്ന അതാണ്, നമ്മൾ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് തയ്യാറാകണം. ആ ജീവിതം എങ്ങനെയായിരിക്കണം? വിശുദ്ധിയുള്ളതായിരിക്കണം, ദൈവത്തോട് കൂടെ ആയിരിക്കണം. യേശു പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അവസാനമായിട്ട് നമ്മളോട് കൽപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, അവനോട് കൂടെ ആയിരിക്കുക, അവന് വേണ്ടി അയക്കപ്പെടുക. ടു ബി വിത്ത് ഹിം ആൻഡ് ടു ബി സെൻഡ് ഔട്ട്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ ഈ ദിവസം നമുക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട്, വിശുദ്ധിയോടുകൂടെ ദൈവത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട്, അതും ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനായിട്ട് നമുക്ക് ഈ ദിവസം, നമുക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ പ്രഭാതം ഞങ്ങൾക്ക് ലഭിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ടും വിചിന്തനം നൽകുവാനുമായിട്ട് നീ നൽകിയ വചനത്തെയും നീ നൽകിയ നിയോഗങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഞങ്ങളിൽ ഓരോരുത്തരിലും വന്ന് വസിച്ചുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്ന് ഓർത്തതിനോർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് വിശ്വസ്ലിഹന്മാരെയും അതുപോലെ പരിശുദ്ധ അമ്മയെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പരിശുദ്ധ അമ്മ ഈ ശുശ്രൂഷയുടെ, പ്രാർത്ഥനാ ശുശ്രൂഷയുടെ മധ്യസ്ഥയാണ്. ഈ ഒരു അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകല വിശുദ്ധരെയും സകല മാലാഖമാരെയും ഈ അവസരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനെയും അതുപോലെ തന്നെ ഇടവകയിലായിരിക്കുന്ന ഓരോ വിശുദ്ധരെയും, ഇടവകയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ അവസരത്തിൽ അവരുടെ പ്രാർത്ഥനാ സഹായങ്ങളെ ഞങ്ങൾ യാചിക്കുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥനാ സഹായം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ കാവൽ മാലാഖന്മാരെ ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും, പ്രത്യേകിച്ച് സ്വർഗ്ഗദൂതന്മാരുടെയും എല്ലാവരുടെയും മധ്യസ്ഥ ശക്തിയിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് ഇന്ന് അർപ്പിച്ച ക്യാൻസർ രോഗികളുടെ അവരെല്ലാവരും അവിടുന്ന് യേശുക്രിസ്തുവിൻ്റെ വലിയ ഇടപെടൽ, ശക്തമായ ഇടപെടൽ, അവിടുന്ന് തിരുകൈ നീട്ടി അവരോരോരുത്തരെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് യാചിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
സഭയോട് ചേർന്ന് നമുക്ക് ആ ത്രിത്വൈക ഈശ്വരൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തന്നെ ഒരുക്കാം. പരിശുദ്ധ പാപ്പായോടും സകല കർദിനാൾമാരോടും സകല മെത്രാൻ പോപ്പലീത്തന്മാരോടും മെത്രാന്മാരോടും സകല പുരോഹിതന്മാരോടും സന്യാസിമാരോടും ചേർന്ന് നിന്നുകൊണ്ട് ആ ത്രിത്വൈക ഈശ്വരൻ്റെ അനുഗ്രഹവും ആശീർവാദവും പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്നേ ദിവസം വലിയ ശക്തമായ പ്രചോദനവും ശക്തമായ അനുഗ്രഹങ്ങളുടെ പ്രവാഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ നിയോഗങ്ങളുടെ മേൽ, വചനങ്ങളുടെ പ്രാവർത്തികമാകുന്നതിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ത്രിത്വൈക ഈശ്വരൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിയൻ കൂടാരങ്ങളിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. പ്രത്യേകിച്ച് അവരെയും നമ്മൾ ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു കൊന്തയെങ്കിലും ഒരു ജപമാലയെങ്കിലും ചൊല്ലിക്കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് അവരോട് കൂടെ ആയിരിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നേറുവാനും അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളാണ് അവർക്ക് കൂടെയുള്ളത്. നമ്മളിലൂടെയാണ് ഈ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ആ ഒരു കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ട് നമ്മുടെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സഭയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് മുന്നോട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.